നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് കരൾ രോഗങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇന്ന് അധികം ആൾക്കാരിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കരൾ രോഗം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിക്കുന്ന ഒരു സാഹചര്യം, ജീവിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ സംസ്കാരം, അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം പ്രധാനമായും ഇന്ന് മനുഷ്യാരോഗ്യത്തിൽ കരൾ രോഗങ്ങളായി അധികമായി കൂടുതലായി കണ്ടുവരുന്നത് എന്നുള്ളതാണ്. എന്തായാലും മനുഷ്യാരോഗ്യം നിലനിർത്തുന്നതിൽ സുപ്രധാന ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഇതാണ് കരൾ. അപ്പോൾ കരൾ നമുക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ കരൾ നെഞ്ചിന് താഴെ, നമ്മൾ ഏകദേശം റൈറ്റ് ഹൈപ്പോക്കോൺട്രിയ എന്ന് പറയും, നെഞ്ചിന് താഴെ വയറിന് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരുപക്ഷെ ശരീരത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു അവയവമാണ് കരളെന്ന് പറയുന്നത്. എന്താണ് കരളിൻ്റെ പ്രാഥമികമായ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ജോലികളെന്ന് പറയുമ്പോൾ തീർച്ചയായും ആദ്യമായി നമുക്ക് പ്രധാനമായും എടുത്ത് പറയേണ്ടത് തീർച്ചയായും ഡീടോക്സിഫിക്കേഷൻ തന്നെയാണ്. നമുക്ക് ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, അതൊരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം വഴിയായിരിക്കാം, കുടിക്കുന്ന ജലം വഴിയായിരിക്കാം, അല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന മറ്റ് മാലിന്യങ്ങൾ, എന്താണെങ്കിലും ഏത് തന്നെയാണെങ്കിലും രക്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളി ശരീരം ശുദ്ധീകരിക്കുക എന്ന ഒരു പ്രക്രിയയാണ് കരളിൻ്റെ ഏറ്റവും വളരെ പ്രധാനമായ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡീടോക്സിഫിക്കേഷൻ. ഭക്ഷണം വഴിയോ അല്ലാതെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുക എന്നുള്ള ഒരവസ്ഥയാണ് ഈ പറയുന്ന ഡീടോക്സിഫിക്കേഷൻ. രണ്ടാമത് നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ളത്. കരൾ ചില പ്രത്യേക തരത്തിലുള്ള പിത്തരസങ്ങളും ചില ദഹനേന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ബൈൽ പോലുള്ള ദഹനേന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം ദഹനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫാറ്റിനെയും കാർബോഹൈഡ്രേറ്റ്, അന്നജം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഘടിപ്പിച്ച് ശരീരത്തിന് ആവശ്യമായ രീതിക്ക് ഊർജം നിലനിർത്തുവാൻ അല്ലെങ്കിൽ ഊർജം വലിച്ചെടുക്കുവാനൊക്കെ ഉള്ള രീതിക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിലുപരിയായി ഈ കഴിക്കുന്ന സ്റ്റാർച്ചിന് തന്നെ വേണ്ട വിധം വിഘടിച്ചതിന് ശേഷം ഒരുപക്ഷെ അതിൽ നിന്നും ഗ്ലൂക്കോസിനെ വേർതിരിച്ച് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിൽ ഒരു രീതിയിലാക്കി കരളിൽ തന്നെ ഈ സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്ത് അത്യാവശ്യം മറ്റ് വരുന്ന പല സന്ദർഭങ്ങളിലും യഥാസമയം, ഒരുപക്ഷെ ഒരു മനുഷ്യന് 4-5 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നതും ഒരുപക്ഷെ കരളിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയായിരിക്കും. കാരണം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ് എന്നുള്ള ഒരു രൂപത്തിൽ കരൾ കുറേശ്ശാറ്റ് ശരീരത്തിന് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് എങ്ങനെ വരുമ്പോഴും ഈ സംഭരണം എന്നുള്ളതും നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കുക എന്നുള്ളതും കരളിൻ്റെ പ്രധാനമായ എന്നുവെച്ചാൽ പിന്നത്തെ ഉപയോഗത്തിന് ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതും കരളിൻ്റെ പ്രധാനമായ ഒരു ഫങ്ഷൻ തന്നെയാണെന്ന് പറയാം. പിന്നെ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് രോഗപ്രതിരോധ ശേഷിക്കാണ്. കരൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ഗ്ലോബിനും ചില പ്രോട്ടീനുകളും അല്ലെങ്കിൽ പ്രതിരോധ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തി നമ്മുടെ പല തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മളെ വരാതെ നമ്മളെ സഹായിക്കുന്നു, നമ്മളെ പ്രതിരോധ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ കൂട്ടുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ. ഇതൊക്കെയാണ് കരളിൻ്റെ പ്രധാനമായും ഉള്ള ഫങ്ഷൻസ്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള ചില ഫങ്ഷൻസാണ് ശരീരത്തിൽ. അപ്പോൾ കരളിൻ്റെ ദോഷം എന്നുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ ഇത്തരം ഒരവസ്ഥ ഉള്ള ഇതാണ് കരളിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ഈ കരൾ രോഗങ്ങൾ എന്നുള്ളത് കുറിച്ച് നമുക്ക് പറയാം. അപ്പം ഹെപ്പറ്റൈറ്റിസ് സാധാരണ രീതിക്ക് നമുക്കറിയാം വൈറൽ ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിവിധതരം ഹെപ്പറ്റൈറ്റിസ് കൊണ്ട് പലതരത്തിലുള്ള വൈറസുകൾ കരളിൻ്റെ കോശങ്ങൾ ആക്രമിച്ച് അല്ലെങ്കിൽ കരളിൽ രോഗലക്ഷണം ഉണ്ടാക്കുന്ന വൈറസ് കാരണം മുഖാന്തരം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് സാധാരണ പറയുന്നത്. ഇൻഫ്ലമേഷൻ, കരളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. എന്നാൽ പിന്നെ നോവ് അല്ലെങ്കിൽ സാധാരണ മഞ്ഞപ്പിത്തം എന്നറിയപ്പെടുന്ന ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച കരളിൽ നിന്നും ചില നിറവ്യത്യാസങ്ങളും ചില മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ലക്ഷണമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. ഇനി നമ്മൾ സർവ്വസാധാരണമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് സിറോസിസ് എന്ന് പറയുന്ന ഒരു വസ്തുത. ആ സിറോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. സിറോസിസ് എന്ന് പറയുന്നത് മദ്യപിക്കുന്നവർക്കും
മദ്യപിക്കാത്തവർക്കും ഒക്കെ സാധാരണ കണ്ടുവരുന്നുണ്ട്. മദ്യപിക്കുന്നവർക്ക് സാധാരണ കൂടുതൽ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, ഫാറ്റി അല്ലെങ്കിൽ ഫാറ്റി ലിവർ. മറ്റു ചിലർക്ക് പലതരത്തിലുള്ള മെഡിക്കേഷൻസ്, മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇതുകൊണ്ട് സിറോസിസ് എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അമിതമായ മദ്യപാനം ഉണ്ടായിക്കഴിയുമ്പോൾ കരൾക്കോശങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം കരളിൽ ചില സ്കാറിങ് വരുന്നു. ആ സ്കാറിങ് വന്നതിന് ശേഷം പിന്നെ അവിടെ ഫാറ്റും എല്ലാം കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫാറ്റി ലിവറായി അത് കട്ടി പിടിച്ച് പിന്നെ അത് സിറോസിസ് എന്നൊരു സ്റ്റേജിലോട്ട് പോകുന്നു. സിറോസിസ് എന്ന സ്റ്റേജിൽ നിന്ന് പിന്നെ അത് ക്യാൻസറിൽ എന്നൊരു സ്റ്റേജിലോട്ട് പോകുന്നു. അപ്പോൾ എന്താണ് സാധാരണ നമ്മൾ പലപ്പോഴും കേട്ട് വരാറുള്ളതാണ് ഫാറ്റി ലിവർ. എന്താണ് ഈ ഫാറ്റി ലിവർ? ഈ കരൾ കോശങ്ങളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഫാറ്റി ലിവർ. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ അമിതവണ്ണം, ഡയബറ്റീസ്, ഹൈപ്പർ കൊളസ്ട്രീമിയ അല്ലെങ്കിൽ അമിതമായ ട്രൈഗ്ലിസറൈഡ്, വ്യായാമക്കുറവ്, ഫൈബർ കലർന്ന നമ്മുടെ ആഹാരത്തിൻ്റെ ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ അത് കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ സംസ്കാരം അനുസരിച്ചിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ എന്നൊരവസ്ഥ ഉണ്ടാകും. ഇത് കൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന രോഗം തന്നെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില ഒരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള കാര്യങ്ങൾ വന്നിരുന്നാലും അത് ഈ പറയുന്ന തരത്തിലുള്ള ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്നോ കരൾ രോഗമോ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കരളിൽ ഉണ്ടാക്കുന്ന ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ വൈറസ് കൊണ്ടാവാം, ഭക്ഷണ സംസ്കാരം കൊണ്ടാവാം, മറ്റെന്തെങ്കിലും ടോക്സിൻ കൊണ്ടാവാം, ഇങ്ങനെ മറ്റു പല പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനറലായിട്ട് സാധാരണ വളരെയധികം ഒരു മോശപ്പെട്ട അവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ പലപ്പോഴും കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാറുള്ളൂ. അപ്പോൾ എന്താണ് കരൾ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ലക്ഷണങ്ങൾ കാണാറില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരളിരിക്കുന്നത് ശരീരത്തിൻ്റെ നെഞ്ചിന് താഴെ വയറിൻ്റെ വലത് സൈഡായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുതരം ഒരു അൺഈസിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം പോലെ അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ, രോഗിക്ക് അവിടെ ഒരു ഭാരക്കൂടുതൽ പോലെ ഒരു അസ്വസ്ഥത മാത്രമായിരിക്കും ചിലപ്പോൾ ആ രോഗിക്ക് തുടക്കത്തിലേ അനുഭവപ്പെടുന്നത്. അല്ല എങ്കിൽ ഒരു പക്ഷേ ദഹനവ്യവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കരൾ എന്നുള്ള ഗ്ലാൻഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ദഹനവ്യവസ്ഥയ്ക്കുള്ള തകരാറായിരിക്കാം. ഒരുപക്ഷെ കഴിക്കുന്ന ആഹാരം നല്ല രീതിക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിക്കോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ആഹാരത്തോടൊരു അരുചിക്കുറവ്, താല്പര്യമില്ലായ്മ ആഹാരത്തിനോട്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ മറ്റ് ചില അവസരങ്ങളിൽ കാണുന്നത്. അതിലുപരിയായി പ്രധാനമായും നമുക്ക് പറയാനുള്ള മറ്റൊരു വസ്തുതയാണ് നമുക്ക് പലപ്പോഴും വിശപ്പില്ലായ്മ, ആഹാരത്തിനോട് വെറുപ്പ്, മണമോ രുചിയോടോ ഒരു താല്പര്യം തോന്നാതെ ആഹാരമേ വേണ്ട എന്ന് തോന്നുന്ന ചില അവസ്ഥ വരികയും ചെയ്യുന്നത് അത് കരൾ രോഗങ്ങളുടെ ഒരു ലക്ഷണമായി കാണാറുണ്ട്. അതിലുപരിയായി ഒരു കാരണവുമില്ലാതെ ശരീരത്തിൽ പലപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുക. അത് നമുക്കിങ്ങനെ കൈ ചൊറിയുന്നു, കാൽ ചൊറിയുന്നു, ദേഹമൊക്കെ വെറുതെ നമ്മൾ നോക്കുമ്പോൾ ശരീരത്തിൽ മറ്റേതൊന്നും തരത്തിലുള്ള കുരുക്കളോ അങ്ങനെ ഏതൊരു കാര്യവുമില്ല, അങ്ങനെ ഒന്നും കാണാനില്ല. അവിടെ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു ലിവർ ഡിസീസിൻ്റെ തുടക്കമായിരിക്കാം. ഇനി അതിലുപരിയായി ഒരുപക്ഷെ കയ്യിലോ കാലിലോ ഒക്കെ അമിതമായ നീരോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കരൾ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. അപ്പോൾ തീർച്ചയായും ഈ കരൾ രോഗം എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ സർവ്വസാധാരണമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഒരു ഫങ്ഷൻ ടെസ്റ്റാണ്, LFT എന്ന് പറയും. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതായ രസങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെല്ലാം നോക്കിയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ചില എൻസൈംസുകളുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ അതിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കിയാണ് നമ്മൾ സാധാരണ കരൾ രോഗങ്ങളെ തിരിച്ചറിയുന്നത്. അത് സാധാരണയായി നമ്മൾ എപ്പോഴും നമ്മൾ സർവ്വസാധാരണമായി പറയാറുള്ള SGOT, SGPT എന്നുള്ള ഘടകങ്ങളും അതിനോടൊപ്പം ആൽബുമിൻ, ഗ്ലോബുലിൻ എന്നൊക്കെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രോട്ടീൻ്റെയും ആൽബുമിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൻ്റെ
ഇത് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ രോഗം നമ്മൾ നിർണ്ണയിക്കുന്നത്. SCOT എപ്പോഴാണ് കൂടുന്നത്, SGPT എപ്പോഴാണ് കൂടുന്നത്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം കൂടിയാലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് തിരിച്ചറിയേണ്ടത്? പലപ്പോഴും SCOTയും SGPT നോർമൽ ആയിരിക്കുമ്പം പോലും ലിവർ ഡിസീസ് അല്ലെങ്കിൽ കരൾ രോഗമുണ്ടാകാറുണ്ട്. അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.